സ്വത്തും സന്താനങ്ങളും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. എന്നാൽ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് അത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാ. ഇത് നിനക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതാ. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഈ 4 വാചകങ്ങൾ പറയുന്നവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അവനെ നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹുവേ ഈ ദിക്ർ സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹു നിശ്ചയമായും അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങൾ ഈ ദിക്റുകൾ പറഞ്ഞാൽ, ഈ ദിക്റുകൾ പറയുന്നവനെ പഠിച്ചവനെ നമ്മൾ ഓരോ മനുഷ്യനെ അനുസ്മരിക്കുമല്ലോ, ഓരോ ആൾക്കാരെ പുകഴ്ത്തി പറയുമല്ലോ, അവനിലില്ലാത്ത ഗുണങ്ങൾ വരെ നമ്മൾ പറയുമല്ലോ. ചില ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് സുഖിപ്പിക്കാൻ കയറ്റിയിരുത്തിയിട്ട് അൽഹംദുലില്ലാ അത്ര നല്ല മനുഷ്യനാ പടച്ചവനെ, 5 നേരം നിസ്കരിക്കുന്ന ആളാ, പാവങ്ങളെ സഹായിക്കുന്ന ആളാ, പള്ളിക്ക് വേണ്ടി ലക്ഷങ്ങൾ തരുന്ന ആളാ, ഇദ്ദേഹത്തെ പോലെ നല്ല മനസ്സുള്ള ഒരാളുമില്ല. ഇത്രയും നല്ല മൈക്കിലൂടെ പറയും. എന്നിട്ട് പറയും അവനെ പണ്ടാരടങ്ങാൻ മനസ്സിൽ പറയാ. നീ മരിക്കുമ്പോ നിന്റെ നാവ് ദിക്റ് പറഞ്ഞ് നനഞ്ഞ രീതിയിൽ വേണം നീ മരിക്കാൻ. ഈ ദിക്റുകൾ നമ്മൾ അധികമായിട്ട് പറയണം. ഈ ദിക്റ് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ദിക്റ് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുകയാണ്, പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടുകയാണ്. 2 അയ്യസീദു ഫീ ഹിർസി അലാ ത്വആ, ആരാധനകൾ നടത്തുവാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കുകയാണ്. എനിക്ക് അമിതമായി ദിക്റ് പറയണം, എനിക്ക് അമിതമായി നിസ്കരിക്കണം, എനിക്ക് അമിതമായി ഖുർആൻ ഓതണം, അതിന്റെ ഒരു രസം അവൻ അനുഭവിക്കുകയാണ്. പടച്ചവനെ പിന്നവന് നന്മകൾ ചെയ്യാനുള്ള ഉത്സാഹമാണ്. എപ്പോ നോക്കിയാലും നന്മ ചെയ്യണം, എപ്പോ നോക്കിയാലും നല്ലത് ചെയ്യണം. ആ ഒരു മനസ്സവൻ ഉണ്ടാകണമെങ്കിൽ അവന് ദിക്റ് പറയട്ടെ, അവൻ അല്ലാഹുവിനെ സ്മരിക്കട്ടെ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയട്ടെ, അവന്റെ നാവുകൾ ദിക്റ് കൊണ്ട് നനയട്ടെ. റസൂലുള്ള പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്താൻ അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ദിക്റ് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന് പിഴപ്പിക്കാൻ ഇബ്ലീസിന് കഴിയൂല. ഇബ്ലീസ് പരാജയപ്പെടുകയാ. ഉസ്താദേ എനിക്ക് നന്നാകാൻ പറ്റുന്നില്ല, നന്നാകണമെന്ന് തോന്നുന്നുണ്ട്, പറ്റുന്നില്ല. മോനെ പറയടാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. ഫോൺ വിളിക്കണമെന്ന് തോന്നുമ്പോ, വ്യഭിചരിക്കണമെന്ന് തോന്നുമ്പോ, കറങ്ങാൻ പോകണമെന്ന് തോന്നുമ്പോ, സിനിമയും സീരിയലും കാണണമെന്ന് തോന്നുമ്പോ, വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കയറിയിരിക്കാൻ തോന്നുമ്പോ, ശൈത്താൻ നിന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ നീ പറയണം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സംരക്ഷണം വന്നു, അല്ലാഹുവിന്റെ കാവല് വന്നു, അല്ലാഹുവിന്റെ സൈന്യം നിന്നെ സംരക്ഷിക്കുകയാണ്, മലക്കുകൾ നിന്നെ വലയം ചെയ്യുകയാണ്, ഇബ്ലീസിനെ ആട്ടിയോടിക്കുകയാണ്, ഇബ്ലീസിനെ പായിക്കുകയാണ്. 4ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒരു നല്ല മരണമാ. ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം മോനെ നല്ല മരണം കിട്ടാനല്ലേ എല്ലാവരും കൊതിക്കുന്നത്. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കാനല്ലേ. പല മഹാന്മാരുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ, പല മഹത്തുക്കളുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ. അവര് മരണത്തെ പുഞ്ചിരിയോടെ സ്വീകരിച്ചവരാ. ഒരു പേടിയില്ലാതെ, ഒരു പ്രയാസമില്ലാതെ, അസ്റായിലിനെ കണ്ടുമുട്ടുമ്പോ നിലവിളിക്കാതെ, സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അല്ലാഹുവിന്റെ മലക്കുകളെ സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്
ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة. മരണമെന്ന് പറഞ്ഞാൽ അതാ മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, എടാ മരണമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലാ തഖാഫൂ, എന്തിനാ നീ ഭയപ്പെടുന്നത്? അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, എന്തിനാടാ കരയുന്നത്? എന്തിനാ നിലവിളിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? എന്തിനാ പ്രയാസപ്പെടുന്നത്? മോനെ പേടിക്കണ്ടടാ, സമാധാനിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ, ധൈര്യം തരുന്നത് അല്ലാഹുവിന്റെ മലക്കുകളാ. ആർക്കാ ധൈര്യം തരുന്നത്? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള് അടുക്കളയിലിരുന്ന സമയം ചെലവഴിക്കുമ്പോ എന്തെല്ലാം എത്രയോ മണിക്കൂറുകൾ അടുക്കളയിൽ ചുമ്മാതെ നിൽക്കുമല്ലോ, ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ. ആ സമയത്ത് നീ പാട്ട് പാടി നടക്കാതെ നിനക്കൊന്ന് ദിക്ർ പറയാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിനെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിയാൻ കഴിഞ്ഞാൽ, നീ മരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാ, പേടിക്കണ്ട, വിഷമിക്കണ്ട, പ്രയാസപ്പെടണ്ട, എന്തിനാ നീ പേടിക്കുന്നത്? മലക്കുകൾ പറയുകയാണ്, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നാ. മോളെ നോക്കൂ, മോളെ, മലക്കുകൾ പറയുകയാണ്, നീ ഇങ്ങോട്ട് നോക്കിയിട്ടൊന്ന് സന്തോഷിക്കുവോ? നിനക്ക് സ്വർഗം കാണണ്ടേ? അല്ലാഹ് നിനക്ക് തരുന്ന പ്രതിഫലം കാണണ്ടേ? അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് കാണണ്ടേ? ഇതല്ലേ നീ വേണമെന്ന് പറഞ്ഞത്? ഇതിനു വേണ്ടിയല്ലേ മുഴുവനും ചെയ്തത്? വഅബ്ശിറൂ ബിൽ ജന്നാ. സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ, സ്വർഗമിങ്ങനെ കാണിച്ചു തരികയാ. ആ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, ആ സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ട്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ, മലക്കുകൾ റൂഹ് പിടിക്കുകയാ. വേദന അറിയില്ലല്ലോ, പടച്ചവനെ, എളുപ്പത്തിൽ നിന്റെ മരണമെന്ന് സംഭവിക്കുകയാ. അവസാനമായിട്ട് പറഞ്ഞ വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള മരണമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, 4 ദിക്റുകളാണെന്ന് പഠിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുകയാ, പടച്ചവനെ, ശത്രുവിനെ തടുക്കുന്നവനാണ് ഈ ദിക്റുകൾ. പടച്ചവനെ, നരകത്തിന്റെ തീയിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുകയാ. ഇതൊരു സുരക്ഷയാണ്. പടച്ചവനെ, നരകത്തിന്റെ തീയിൽ നിന്ന് നിന്നെ സംരക്ഷിക്കാനുള്ള സുരക്ഷയാണ് ഈ ദിക്റെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആരെങ്കിലും ഈ 4 കലിമത്തുകൾ പറയുന്നത് കാരണം അപകടന്ത്യനാള് വരുന്നതാണ്, അവനെ രക്ഷപ്പെടുത്താൻ മുന്നോട്ട് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഈ ദിക്ർ പറയുന്നവർക്ക് പടച്ച റബ്ബ് തരുന്ന പ്രതിഫലമാണ് പറയുന്നത്. 7ാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ച റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ജീവിതത്തിൽ മരണം വരെ തന്റെ ചുണ്ടിലുണ്ടായിരുന്ന പുഞ്ചിരി മായ്ച്ചു കളഞ്ഞ ആ നരകമുണ്ടല്ലോ.
മനുഷ്യനെയും കല്ലുകളെയും വിട്ട് കത്തിക്കുന്ന നരകമുണ്ടല്ലോ, അതാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അതാ മനുഷ്യരിങ്ങനെ നിൽക്കുമ്പോ ഈ ദിക്റ് പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അവനെ വലയം ചെയ്യുകയാ, ഒരു പരിചയായിട്ട് അവനൊരു സംരക്ഷണം കൊടുക്കുകയാണ്. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമേ, നിസ്കാരത്തിന്റെ പ്രതിഫലമല്ല, നോമ്പ് പിടിക്കുന്നതിന്റെ പ്രതിഫലമല്ല, ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലമല്ല, സദഖ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല, തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമല്ല, പിന്നെ എന്തിന്റെ പ്രതിഫലമെന്നറിയോ? നിന്റെ വീടിന്റെ അകത്ത് എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് സമയം കിട്ടുമ്പോ അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ 4 വാചകങ്ങൾ പറയുന്ന മനുഷ്യന് ആരും സഹായിക്കാനില്ലാത്ത പടച്ച റബ്ബിന്റെ പരലോകത്ത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷയുണ്ടല്ലോ, അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ, ആ നരകത്തിന്റെ തീയിൽ നിന്ന് ഈ ദിക്റ് നിനക്ക് സംരക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏതു പരലോകമെന്നറിയുമോ? അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വത്തും സന്താനങ്ങളും ഈ ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. എന്നാൽ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് അത് നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാ. ഇത് നിനക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇത് നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നതാ. അതുകൊണ്ട് പ്രവാചകൻ അവിടെന്ന് പറയുന്നു, ഈ 4 വാചകങ്ങൾ പറയുന്നവൻ അല്ലാഹു കൊടുക്കുന്ന 7ാമത്തെ പ്രതിഫലം അവനെ നരകത്തിന്റെ തീയിൽ നിന്ന് അല്ലാഹുവേ ഈ ദിക്റ് സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഈ 8ാമത്തെ പ്രതിഫലമെന്താ? ഈ 8ാമത്തെ പ്രതിഫലമെന്താ? മഹാനായ പ്രവാചകൻ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ തദ്കുറൂന മിൻ ജലാലില്ലാഹ് അത്തസ്ബീഹ വത്തഹ്ലീല വത്തഹ്മീദ യൻഅതിഫ്നാ ഹൗലൽ അർശി ലഹുന്ന ദബിയാ. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിശ്ചയമായും അല്ലാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങൾ ഈ ദിക്റുകൾ പറഞ്ഞാൽ, ഈ ദിക്റുകൾ പറയുന്നവനെ പഠിച്ചവനെ നമ്മൾ ഓരോ മനുഷ്യനെ അനുസ്മരിക്കുമല്ലോ, ഓരോ ആൾക്കാരെ പുകഴ്ത്തി പറയുമല്ലോ, അവനിലില്ലാത്ത ഗുണങ്ങൾ വരെ നമ്മൾ പറയുമല്ലോ. ചില ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് സുഖിപ്പിക്കാൻ കയറ്റിയിരുത്തിയിട്ട് അൽഹംദുലില്ലാ അത്ര നല്ല മനുഷ്യനാ പടച്ചോനെ, 5 നേരം നിസ്കരിക്കുന്ന ആളാ, പാവങ്ങളെ സഹായിക്കുന്ന ആളാ, പള്ളിക്ക് വേണ്ടി ലക്ഷങ്ങൾ തരുന്ന ആളാ, ഇദ്ദേഹത്തെ പോലെ നല്ല മനസ്സുള്ള ഒരാളുമില്ല. ഇത്രയും നല്ല മൈക്കിലൂടെ പറയും. എന്നിട്ട് പറയും അവനെ പണ്ടാരടങ്ങാൻ മനസ്സിൽ പറയാ, ഒരു യോഗ്യതയില്ല. ചില ആൾക്കാരെ പരിപാടിക്കൊക്കെ വിളിക്കും, എന്നിട്ട് ഈ സ്വാഗതം പറയുന്ന മനുഷ്യൻ ഓന്റെ കഷ്ടപ്പാട് വളരാ. പരിപാടിക്ക് വിളിച്ചിട്ട് സ്വാഗതം പറയുന്ന ആള് ഓരോ ആളെ ഇങ്ങനെ പറയണം, അധ്യക്ഷൻ, ഉദ്ഘാടകൻ, മുഖ്യപ്രഭാഷകൻ, ഇങ്ങനെ പറയും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ ഒരുത്ത ഇരിപ്പുണ്ട്, പടച്ചവനെ പള്ളിക്ക് പോലും 5 നയാ പൈസ കൊടുക്കാത്തവന്, സ്വന്തം മക്കൾക്കും പെണ്ണുപിള്ളയ്ക്ക് പോലും ചെലവിന് കൊടുക്കാത്തവൻ, അവനാ കയറി കതറ് വിട്ടിട്ട് നെളിഞ്ഞിരിക്കോ, സ്റ്റേജിലിരിക്കോ. അപ്പൊ സ്വാഗത പ്രഭാഷകൻ പറയും, അല്ലാഹുവേ നല്ല മനുഷ്യർ ആരോടാ പറയുന്നവൻ തന്നെ ചിരി വരുക. കേൾക്കുമ്പോ അയാൾ തന്നെ ചിന്തിക്കുക, എന്നെ കുറിച്ചാണോ അല്ലാഹു ഈ പറയണേ, എന്നെ കുറിച്ചാണോ? നമ്മൾ അനുസ്മരിക്കാറുണ്ട്, എങ്കിൽ ഇതൊന്നുമല്ല അനുസ്മരണ.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ദിക്ർ പറയുന്നവനെ അള്ളാഹു അനുസ്മരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതി, അതല്ലേ അനുസ്മരണം. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബ് മലക്കുകളോട് പരിചയപ്പെടുത്തും. കണ്ടാ, നിങ്ങൾ കണ്ടാ, സിറാജിനെ കണ്ടോ, അബൂബക്കറിനെ കണ്ടോ, ദിക്ർ പറയണുണ്ടോ? നിങ്ങളല്ലേ പറഞ്ഞു ഓനെ പടക്കണ്ടാന്ന്? അള്ളാഹു മലക്കുകളോട് പറയാ, നിങ്ങളല്ലേ പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിക്കണ്ടാന്ന്? എന്നാ ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ കണ്ടോ, എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടോ? എന്റെ അടിമ, എന്റെ അടിമ. അള്ളാഹു പരിചയപ്പെടുത്തും മലക്കുകളോട്. അള്ളാഹു നമ്മളെ കുറിച്ചും മലക്കുകളോട് അനുസ്മരിക്കും. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരുമാറാകട്ടെ. അത് പത്രത്തിൽ വരൂല, അത് പത്രത്തിലും ടി വിയിലൊന്നും വരൂല. അള്ളാഹു അനുസ്മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന്റെ ബർക്കത്ത് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചില കച്ചവടക്കാർ അതിന്റെ ആ ഒരു അനുസ്മരണത്തിൽ സന്തോഷത്തോടെ ജീവിക്കണില്ലേ? എത്രയോ പേര് കടകളിൽ നോക്കിയേ കാണാം, പടച്ചോനെ ഇങ്ങനെ ഇരിക്കുമ്പോഴും കയ്യിൽ തസ്ബീഹ് കാണും. റോഡിന്റെ സൈഡിൽ ഇരുന്ന് കച്ചവടം നടത്തുമ്പോഴും. ഇന്ന് ഞാൻ മുണ്ടക്കയത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കാണും ഒരു മുത്തല്ലിമ തൊപ്പിയൊക്കെ ഇട്ട് ഒരാളിരിക്കുന്നു. നമ്മൾ പലരെയും കാണുമ്പോൾ ചെറിയ കച്ചവടം, വലിയ കടയൊന്നുമില്ല. നിങ്ങൾ എ സി റൂമിനകത്ത് കറങ്ങണ കസേരയ്ക്കകത്തിരുന്ന് ടി വിയും കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ആരെന്നറിയോ? ഞാൻ ഈ അടുത്ത് ഏതൊരു കട, സ്ഥലം പറയണില്ല, ഞാനൊരു കടയിൽ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഉസ്താദ് ബറക്കത്തൊന്നുമില്ല. ഞാൻ പറഞ്ഞു, മോനെ യാസീൻ ഓതണം കേട്ടോ. രാവിലെ കട തുറന്നാൽ ഒരു യാസീൻ ഓതണം കേട്ടോ. ഓതാറുണ്ട് ഉസ്താദ്. ആര്? മൊബൈൽ ഓതാറുണ്ട്. ആരാ യാസീൻ ഓതുന്നത്? രാവിലെ കടക്കകത്ത് കയറിയ മൊബൈല് അതങ്ങ് ഓണാക്കി വെക്കും. അത് യാസീൻ ഓതിക്കോളൂ. ഓ കച്ചവടത്തിന്റെ കാര്യത്തിലാ. എന്നാൽ പഴയ ആൾക്കാരെങ്ങനല്ല, അവര് കടയിൽ കച്ചവടം ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ കയ്യിൽ തസ്ബീഹ് ഉണ്ടാകും, ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാ. അതുകൊണ്ട് അവർക്ക് അഭിവൃദ്ധി. നമ്മളോ ക്യാമറയിലും ടി വിയിലും നോക്കിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ അടുത്തവന്റെ കടയിൽ നമുക്ക് ആരെങ്കിലും കയറുന്നുണ്ടോ, അല്ലാ അല്ലാ അവനെ എത്തിങ്കാനയിലാക്കണേ, അല്ലാ അല്ലാ അല്ലാ. ഇത് നമ്മുടെ അല്ല, അവന്റെ കടയിൽ എനിക്കും അവനും ഒരു കട തന്നെ. എന്താ എല്ലാവരും അങ്ങോട്ട് പോണേ? അള്ളാഹു അവന് എഴുതിയതുകൊണ്ട് അതാ ചിന്തിക്കണ്ടേ. എന്താ നാസറണ്ണേ, അടുത്തൊരു കട വന്ന നാസറണ്ണ എന്താ നാസറാനുള്ളത്? ചിലർക്ക് ബേജാറ, പഠിച്ചനെ എന്റെ കടയിലെടുത്ത് ഒരു കട കൊണ്ടിട്ടല്ലോ. ഷൗക്കണ്ണം പോയാ? ഷൗക്കണ്ണം പോയാ? പോയില്ല. ഷൗക്കണ്ണ ഒരു പുതിയ കട തുടങ്ങുന്ന പറയുന്നത് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു കട എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദ് കട തുടങ്ങണേ, തുടങ്ങി ഒരു കട ഒഴിഞ്ഞ് കിടപ്പുണ്ടെന്ന്. ഞാനിപ്പോൾ എന്ത് തുടങ്ങാനാ? അപ്പൊ അമ്മക്ക് പറയും, കച്ചവടം വല്ലതും തുടങ്ങണമെങ്കിൽ ഒരു കട ഉസ്താദ് ആ പൈസ എൻ്റെ അടുത്തോടാൻ പറഞ്ഞു. ഷൗക്കണ്ണം പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണയിലിരുന്നോ കച്ചവടക്ക അഭിവൃദ്ധിയാ. ദിക്റും ദുആയും പറഞ്ഞ് എപ്പോഴും ദിക്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നീ ദിക്റുകൾ പറയുമ്പോ അള്ളാന്റെ മലക്കുകളോട് അള്ളാഹു നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ സലാത്ത് പറയുമല്ലോ. നിങ്ങളൊരു ഉദാഹരണം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രാവിലെ സലാത്ത് പറയുമ്പോൾ മലക്കുകൾ മദീനത്ത് ചെന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയുടെ ചാരത്ത് പോയി നിന്നിട്ട് പറയാ, ആ പത്തനാപുരത്തെ ഇടത്തറയിലുള്ള ഷാവുല്ലമീദിന്റെ മോൻ സിറാജ് സലാത്ത് പറഞ്ഞ നബിയെ നരച്ചിക്ക് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക. അവിടെ പോയി പറഞ്ഞു കൊടുക്കണമെങ്കിൽ പിന്നെ അള്ളാഹുത്ത് പറയാൻ എന്താ പാട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് പറയുമ്പോ അവിടെ പോയിട്ട് കുടുംബ പേരുൾപ്പെടെ പറയുമെങ്കിൽ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ സ്തുതിച്ച് എങ്ങനെ ഇരിക്കും? സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ ഇത്ര വലിയ പ്രതിഫല സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ടവരെ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നു 8ാമത്തെ പ്രതിഫലം. 8 അള്ളാഹു അവനെ അനുസ്മരിക്കപ്പെടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 9 10 പറയണമെന്ന് ആഗ്രഹമുണ്ട് ഇൻഷാ അല്ലാഹ്. 10 9ാമത്തത് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓർമ്മയുണ്ടോ? 8 ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? 1ാമത്തത് എന്തായിരുന്നു? ഓർമ്മക്കുറവ് എല്ലാത്തിനുണ്ട്. മറ്റേ തിന്നാ മതി. എന്ത് ഓർമ്മ? എന്തൊരു പഞ്ചകസ്തൂരി എന്താപ്പാ? സന്തോഷ് ഓർമ്മ കഴിച്ചാ മതി ഓർമ്മയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 4 ദിക്റുകൾ പറഞ്ഞാൽ കിട്ടുന്ന 1ാമത്തെ പ്രതിഫലം ഇത് ഖുർആനിലുള്ള 4 വാചകങ്ങളാണ്. ഖുർആൻ ഓതിയ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. 2 അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാചകങ്ങൾ. 4 പാപങ്ങൾ പൊറുക്കും.
5 എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ കൃഷി ചെയ്യാൻ കഴിയുന്ന ദിക്ർ. 6 നന്മ രേഖപ്പെടുത്തും. 27, 27, 27, 30. അതാ ഡിഫറൻസ് ഉണ്ട് കേട്ടോ ദിക്റിന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 7 നരകത്തിൽ നിന്ന് നിന്നെ ഈ ദിക്ർ രക്ഷപ്പെടുത്തും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 8 നിന്നെ അള്ളാഹു നിനക്ക് സ്വാഗതം പറയും, നിന്നെ അനുസ്മരിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 9 മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നന്മയുടെ തുലാസിൽ ഭാരം കൂടുവാൻ ഉപകാരപ്പെടുന്ന ദിക്റാ. അന്നബി സൽമത റളിയല്ലാഹു തആല അൻഹു ഖാല സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ബഖിൻ ബഖിൻ വഅസാറ ബിയദിഹി ബിഖംസിൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വൽവലദു സ്വാലിഹു യുതവഫാ ലിൽമർഇൽ മുസ്ലിം. അല്ലാഹുവിന്റെ റസൂൽ അബൂ സൽമ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ബഖിൻ ബഖിൻ അദ്ദേഹം തന്റെ കൈകൊണ്ട് 5 എണ്ണം ആംഗ്യം കാണിച്ചു. ഇങ്ങനെ എണ്ണി പറയാൻ പണ്ടുള്ളവർ കൈകൊണ്ട് ദിക്ർ പറയുക, കൈകൊണ്ട് ഇങ്ങനെ തസ്ബീഹ് എപ്പോഴാ പണ്ടുള്ള ആൾക്കാർ ഇങ്ങനെ കൈകൊണ്ട് തസ്ബീഹ് ഉള്ളപ്പോ തസ്ബീഹ് അല്ലാത്തപ്പോ കൈകൊണ്ട് ദിക്റുകൾ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ബഖിൻ ബഖിൻ വഅസാറ ബിയദിഹി ബിഖംസിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തന്റെ കൈകൊണ്ട് 5 ഇങ്ങനെ കാണിച്ചു. ഇവകളുടെ മീസാനിൽ എത്രമാത്രം ഭാരം നിറഞ്ഞതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി